ഈ രാത്രിയിലെ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിന് ഉപോത്ബലകമായിട്ട് വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 8-9 വചനങ്ങളാണ്. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ ബൈബിൾ എടുക്കുക. ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ചേർന്ന് ആ വാക്യം എന്നോട് ചേർന്ന് വായിക്കുക. തീത്തോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 8-9 വചനങ്ങളാണ്. ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ എന്നോട് ചേർന്ന് വായിക്കുക. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും, പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. നല്ല വചനത്തിനായിട്ട് നമ്മുടെ കൈകൾ ഉയർത്തി കർത്താവിനെ ശക്തിയോടെ ഒന്ന് മഹത്വപ്പെടുത്തുക. ശബ്ദമുയർത്തി നമ്മുടെ കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം ഈ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. തലകൾ തിരുമുൻപാകെ വണക്കി ഈ രാത്രിയിലെ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിന് ആധാരമായി നാം പരസ്യമായി വായിച്ച തിരുവെഴുത്തിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് അല്പനിമിഷം പ്രാർത്ഥിക്കാം. ജീവൻ്റെ അപ്പമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആകാശം ഒഴിഞ്ഞുപോയാലും ഭൂമിയില്ലാതായാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ നിസ്തുല്യ വചനങ്ങൾക്കായി സ്തോത്രം. ഈ രാത്രിയിലെ ധ്യാനത്തിന് ആധാരമായി ഞങ്ങൾ പ്രതീക്ഷയോടെ തിരഞ്ഞെടുത്ത് വായിച്ച തിരുവെഴുത്തിനെ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ കരങ്ങൾ തരുമ്പോൾ ഈ രാത്രിയിലെ തിരുവെഴുത്തിൻ്റെ പൊരുളുകൾ ഞങ്ങൾക്ക് തിരിച്ചു തരുവാൻ പരിശുദ്ധാത്മാവ് തന്നെ തുണ നിൽക്കണമേ. ബലഹീനയുടെ നാവിൽ ലാവണ്യം പകരണമേ. ദുർബലമായ നാവിനെ സമൃദ്ധകനായി ലേഖകൻ്റെ എഴുത്തുകോലാക്കണമേ. ഇന്ന് രാത്രി ദേശത്തോട് സംസാരിക്കണമേ, ജനത്തോട് ഇടപെടണമേ. ഈ രാത്രിയിലെ സന്ദേശം ഞങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചിലരുടെ ഹൃദയം അങ്ങേക്കായി തുറക്കപ്പെടുവാൻ, ചിലരുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ അങ്ങേ രക്ഷകനായി പ്രതിഷ്ഠിക്കുവാൻ, ചിലരുടെ പേരുകൂടെ ഈ ദേശത്ത് അവിടുത്തെ ജീവൻ്റെ പുസ്തകത്തിൻ്റെ താളിൽ എഴുതപ്പെടുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സന്ദേശത്തിൻ്റെ പിമ്പിൽ ഞങ്ങളുടെ കരം ചലിക്കണമേ. അങ്ങയുടെ ആത്മാവ് വ്യാപരിക്കണമേ. വചനത്തിൻ്റെ പ്രകാശനങ്ങൾക്ക് വിരോധമായി ഉയരുന്ന സകല ഉയർച്ചകളുടെ മേലും ഇന്ന് രാത്രി ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കൈകൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയോടെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഈ രാത്രിയിലെ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിന് ആധാരമായി നിങ്ങളെ പരസ്യമായി വായിച്ച് കേൾപ്പിച്ച ഈ വേദഭാഗം നിങ്ങൾക്ക് പരിചിതമാണെന്ന് കരുതുന്നു. വിശേഷിച്ച് എൻ്റെ സഹപ്രവർത്തകരായ കർത്തൃദാസന്മാർക്ക് ഈ വാക്യമേറെ സുപരിചിതമാണ്. എന്നെ സംബന്ധിച്ച് ഈ വാക്യം ഒരു പുതിയ വാക്യമല്ല. ഇതിലെ സന്ദേശവും പുതിയ സന്ദേശമല്ല. ദൈവവചനം പ്രസംഗിക്കുവാൻ ലഭ്യമാകുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ നിയോഗത്തോടെ കൈകാര്യം ചെയ്യാറുള്ള ഒരു വചനമാണ് ഈ രാത്രിയിൽ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഈ വായിച്ച വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീത്തോസിൻ്റെ ലേഖനത്തെക്കുറിച്ച് ആമുഖമായി ഒരു കാര്യം മാത്രം ഞാനൊന്ന് ഓർപ്പിക്കാം, ശ്രദ്ധിക്കുക. ഇതുവരെ തീത്തോസിൻ്റെ ലേഖനം വായിച്ചിട്ടില്ലാത്ത വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും നിർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടെങ്കിൽ യോഗാനന്തരം നിങ്ങൾ വീട്ടിൽ ചെന്ന് സമയം കണ്ടെത്തി ഈ ലേഖനം ധ്യാനിക്കുവാനും വായിക്കുവാനും ഞാൻ വിനയത്തോടെ ശുപാർശ ചെയ്യുകയാണ്. കാരണം അച്ചടക്കമുള്ള പക്വതയാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്കേറെ കരുത്തും പ്രോത്സാഹനവും നൽകുന്ന സുന്ദരമായ ഒരു ലേഖനമാണ് തീത്തോസിൻ്റെ ലേഖനം. ഈ ലേഖനം സമഗ്രമായ ഒരു വിചിന്തനത്തിന്, ധ്യാനത്തിന് നാം വിധേയമാക്കിയാൽ മഹാനായ പൗലോസിൻ്റെ 3 ഇടയലേഖനങ്ങളിൽ ഒന്നാണ് തീത്തോസിൻ്റെ ലേഖനം. മറ്റൊരു ഇടയലേഖനമായ 1 തീമോഥെയോസിൻ്റെ ലേഖനത്തോട് ഏതാണ്ട് സമാന സ്വഭാവമുള്ള ലേഖനമാണ് തീത്തോസിൻ്റെ ലേഖനം. ഈ 3 ലേഖനങ്ങളിലെയും പ്രതിപാദ്യ വിഷയം സഭാഭരണമാണ്. മൂപ്പന്മാർക്കുള്ള ക്രിസ്റ്റൽ ക്ലിയറായിട്ടുള്ള നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് വേലക്കാരുടെ വിശേഷാലുള്ള യോഗങ്ങളിൽ സാധാരണ നമ്മൾ ഈ ലേഖനം തിരഞ്ഞെടുക്കാറുള്ളത്. ഈ രാത്രിയിൽ നമ്മൾ വായിച്ചത് തീത്തോസിൻ്റെ ലേഖനമായതുകൊണ്ട് തീത്തോസിനെ കുറിച്ച് ആമുഖമായി ഒരു കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. ആരായിരുന്നു തീത്തോസ്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു യവനായ പശ്ചാത്തലത്തിൽ നിന്നും യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസത്തിലേക്കും തേജസ്സേറിയ ശുശ്രൂഷയിലേക്കും കടന്നു വന്ന
ഏറെ അനുഗ്രഹീതനും ശ്രദ്ധേയനുമായ ഒരു വ്യക്തിയാണ് തീത്തോസ്. പ്രായം കൊണ്ട് പൗലോസിനേക്കാൾ പലപടി മുതിർന്നയാളാണ് തീത്തോസെങ്കിലും പൗലോസ് തീത്തോസിനെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് തൻ്റെ മകനായിട്ട് തന്നെയാണ്. കാരണം പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ഫലമായിട്ട് വിശ്വാസത്തിലേക്കും ശുശ്രൂഷയിലേക്കും വന്നയാളാണ് തീത്തോസ്. അപ്പോൾ പൗലോസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായി വിശ്വാസത്തിലേക്കും ശുശ്രൂഷയിലേക്കും വന്ന തൻ്റെ ഏറ്റവും വാത്സല്യ മകനായ തീത്തോസിനെ കരം വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അങ്ങ് ദൂരെ ക്രേത്ത എന്ന് പറയുന്ന ദ്വീപിലെ സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുമ്പോൾ പൗലോസ് തൻ്റെ വാത്സല്യ മകനായ തീത്തോസിന് നൽകുന്ന ശ്രദ്ധേയമായ ഒരുപിടി പ്രബോധനങ്ങളാണ് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അതിലൊരു പ്രബോധനമാണ് ഈ രാത്രിയിലെ പ്രഭാഷണത്തിന് ആധാരമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. പൗലോസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ദൈവകൃപയിലേക്ക് വന്ന തൻ്റെ വാത്സല്യ മകനായ തീത്തോസിനെ കരം വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അങ്ങ് ദൂരെ ക്രേത്ത എന്ന് പറയുന്ന ദ്വീപിലെ സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുമ്പോൾ പൗലോസ് തൻ്റെ വാത്സല്യ മകനായ തീത്തോസിനോട് പറയുക, മകനെ തീത്തോസേ, 1 നീ അതിഥിപ്രിയനും, 2 സൽഗുണപ്രിയനും, 3 സുബോധശീലനും, 4 നീതിമാനും, 5 നിർമ്മലനും, 6 ജിതേന്ദ്രിയനും, 7 പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും, 8 വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന്, 9 ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. പൗലോസ് തൻ്റെ പ്രിയമകനായ തീത്തോസിന് നൽകുന്ന ഗൗരവമേറിയ 9 പ്രബോധനങ്ങളിൽ 9ാമത്തെ പ്രബോധനമാണ് ഞാനിവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവചനം മുറുകെ പിടിക്കുന്നവൻ ആയിരിക്കണം. ആ 9ാമത്തെ പ്രബോധനത്തിൻ്റെ അവസാനത്തെ വാക്ക് നിങ്ങളുടെ മൗനാനുവാദത്തോടെ അടർത്തി ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വയ്ക്കുക. ആ പദത്തെ ഇന്ന് രാത്രി ഒന്ന് വിശകലനം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. മുറുകെ പിടിക്കുന്നവൻ ആയിരിക്കുക. പേന കയ്യിലുള്ളവർ ആ വാക്കിൻ്റെ അടിയിൽ അടിവരയിടുക. വേദപുസ്തകത്തിൽ വരയ്ക്കുവാൻ മടിയുള്ളവർ മനസ്സിൻ്റെ നിർബലമായ മാംസപ്പലകയിൽ ആ പദമൊന്ന് എഴുതിയിട്ട് വരച്ചിട്ടിരിക്കണം. മുറുകെ പിടിക്കുന്നവൻ ആയിരിക്കുക. ഉറക്കെന്ന് പറഞ്ഞാട്ടെ, ചിലരോട് ഉറക്കെ പറഞ്ഞു, അത്ര ഒപ്പിച്ചല്ലോ, ഞാൻ കൃതാർത്ഥനായി. അപ്പോൾ ഈ യോഗപരമ്പരയുടെ സമാപന സന്ധിയിൽ എൻ്റെ പ്രഭാഷണത്തിന് നിങ്ങളുടെ മൗനാനുവാദത്തോടെ ഒരു തലക്കെട്ട് കൊടുക്കുകയാണ്. മുറുകെ പിടിക്കുന്നവർ ആയിരിക്കുക. ഈ വാക്യത്തിലെ ധ്യാനങ്ങളിലൂടെ മുറുകെ പിടിക്കുന്നവരായിരിക്കുക എന്നൊരു സന്ദേശം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചപ്പോൾ ഞാൻ അതിനെ ധ്യാനത്തിനായി പ്രാർത്ഥനയ്ക്കായി ദൈവമുൻപാകെ സമർപ്പിച്ചപ്പോൾ അതിനെ 2 ഭാഗമായിട്ട് ദൈവാത്മാവിനിക്ക് തിരിച്ചു തരുവാനിടയായി. 1 മുറുകെ പിടിപ്പാൻ പാടില്ലാത്തത്, 2 മുറുകെ പിടിക്കേണ്ടിയത്. വീണ്ടും അതിനെ ദൈവസന്നിധിയിൽ ധ്യാനിച്ചപ്പോൾ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ, മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യങ്ങൾ എൻ്റെ ധ്യാനത്തിൽ തിരുവെഴുത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ഈ സമാപന സന്ധ്യയിൽ മുറുകെ പിടിക്കുന്നവരായിരിക്കുക എന്ന സന്ദേശത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ, നമുക്ക് മുറുകെ പിടിക്കേണ്ട 7 കാര്യങ്ങൾ വേഗമെന്ന് ഓർപ്പിച്ച് വിരമിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ മുറുകെ പിടിക്കുന്നവരായിരിക്കുക എന്ന സന്ദേശത്തിൽ നിന്നുകൊണ്ട് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങളെക്കുറിച്ച്, മുറുകെ പിടിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ച് നാം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ആത്മീയരായവർ ഹൃദയം തുറന്ന് മാറോട് കരം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. മുറുകെ പിടിപ്പാൻ പാടില്ല എന്ന് അങ്ങയുടെ വചനം പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളോട് സമ്പൂർണ്ണമായി വിട പറഞ്ഞ് മുറുകെ പിടിക്കുവാൻ അങ്ങയുടെ വചനം പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളെ ദൃഢമായി പിടിച്ചുകൊണ്ട് ആക്ഷേപരഹിതമായ, ആരോഗ്യപരമായ, മാതൃകാപരമായ ഒരാത്മീക ജീവിതം നയിപ്പാൻ അങ്ങയുടെ കരുത്തും കൃപയും കടാക്ഷവും എൻ്റെ മേൽ പകരണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കളായിരിക്കണം. അപ്പം നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യം, പിടിക്കേണ്ട 7 കാര്യങ്ങൾ ഏതൊക്കെയാ? ഞാൻ ഓടിച്ചാമുഖമായി എന്ന് പറയാം, ശ്രദ്ധിച്ചേ. മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങളിൽ 1, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. അതിൻ്റെ വേദാധാരം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യമായി എടുത്തു വെക്കാം, പിന്നെ വായിക്കാം. 2, പാർക്കുന്ന വീടിനെ, നമ്മുടെ ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്.
യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം. 3, വഞ്ചനകളെ മുറുകെ പിടിക്കരുത്. യിരെമ്യാവ് 8:5. അപ്പൊ ദൈവമക്കളായ നമുക്കിവിടെ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യം മനസ്സിലായല്ലോ. 1, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. 2, പാർക്കുന്ന വീടിനെ മുറുകെ പിടിക്കരുത്. 3, വഞ്ചനകളെ മുറുകെ പിടിക്കരുത്. പിന്നീട് വിശദീകരിക്കുക. ഒരു 3 ഹല്ലേലൂയ പറയേണ്ടതാണ്. സമയമില്ലാത്തതുകൊണ്ട് ഒരെണ്ണം പറഞ്ഞാൽ മതി. ഇനി മുറുകെ പിടിക്കേണ്ട 7 കാര്യം ഒന്ന് കേട്ടേ. 1, യഹോവയെങ്കിലുള്ള ഭക്തിയെ നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. യോബ് 2:3. 2, ക്രിസ്തുവാകുന്ന തലയെ നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. കൊലോസ്യ ലേഖനം 2:18. 3, നല്ലത് മുറുകെ പിടിക്കുന്നവരായിരിക്കണം. 1 തെസ്സലോനിക്കർ 5:21. 4, ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. റഫറൻസ് വേണ്ടല്ലോ, നമ്മുടെ ആധാരവാക്യം അതാണ്. 5, നിത്യജീവനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. 1 തീമോഥെയോസ് 6:12. 6, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും മുറുകെ പിടിക്കുന്നവരായിരിക്കണം. എബ്രായർ 3:6. 7, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തെ മുറുകെ പിടിക്കുന്നവരാകണം. വെളിപ്പാട് 2:13. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അപ്പം ഈ വിസ്താരത്തിൻ്റെ ഭയവും സമയത്തിൻ്റെ ഭയങ്കരമായ പരിമിതിയുമൊക്കെ എൻ്റെ മുമ്പിലുള്ളത് കൊണ്ടേ ഞാനൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിന് അങ്ങ് തയ്യാറാകുക. മൈക്ക് കൊടുത്തിട്ടിരിക്കാൻ പോവുമല്ല, സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഈ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങളിൽ ഒരു 2 എണ്ണവും, മുറുകെ പിടിക്കേണ്ട 7 കാര്യങ്ങളിൽ 2 എണ്ണം പറയാം. സമയം ഉണ്ടെങ്കിൽ 1 പറയത്തുള്ളൂ. അത്രയും കാര്യം ഓടിച്ചു പറയുമ്പോൾ സംഘാടകർ എനിക്ക് അനുവദിച്ച സമയം തീരും, എൻ്റെ സന്ദേശവും തീരും. നമുക്ക് ആരാധിച്ച് സന്തോഷത്തോടെ പിരിയാം. സന്തോഷമുണ്ടോ? ഓക്കെ. അപ്പൊ ദൈവമക്കളായ നമുക്ക് മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത 3 കാര്യങ്ങളിൽ 1, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യമാ. വായിപ്പിക്കാൻ നേരമില്ല, അതെനിക്ക് ഹൃദയസ്ഥമായതുകൊണ്ട് ഞാനങ്ങ് പറയാം. എടുത്തവരുണ്ട് എൻ്റെ കൂടെ വായിച്ചാൽ മതി. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. ഈ വാക്യത്തിന്റെ ചരിത്രത്തിലേക്കോ പശ്ചാത്തലത്തിലേക്കോ സാഹചര്യത്തിലേക്കോ ഒന്നും ഞാൻ കടക്കുന്നില്ല, അതിനുള്ള സമയം നമുക്കില്ല. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ആത്മനിറവ് പ്രാപിച്ച, നിത്യതയുടെ ദർശനമകത്ത് കത്തുന്ന ഒരു സിയോൻ സഞ്ചാരിക്ക് ഭക്തർക്ക് പാർപ്പാൻ യോഗ്യമല്ലാത്ത ഈ ദുഷ്ടലോകത്തിൽ മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത 1-ാമത്തെ കാര്യം പാപങ്ങളെയാണ് എന്ന് വിശദമാക്കേണ്ടതിന് ആധാരമായി മാത്രം ഞാൻ ആ വാക്യം തിരഞ്ഞെടുത്തതേ ഉള്ളൂ. പാപങ്ങളെ മുറുകെ പിടിക്കരുത്. സുഹൃത്തുക്കളെ, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. ഈ പന്തലെന്നെ കേൾക്കുന്ന ആത്മീയരെ, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. വീടുകൾക്കുള്ളിലും വീഥികളിലും ബീച്ചുകളിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. എന്താണ് പാപം? എന്താണ് പാപം എന്ന് ചോദിച്ചാൽ എൻ്റെ ശ്രോതാക്കളായ നിങ്ങൾക്ക്, വിശേഷിച്ച് ദൈവവചനം പാരായണം ചെയ്യുന്ന നിങ്ങൾക്ക് പറയാൻ പല മറുപടികളുണ്ടെന്ന് എനിക്കറിയാം. എന്താണ് പാപം? പിന്നിട്ട് 1.5 പതിറ്റാണ്ട് കൊണ്ട് 15 വർഷം കൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഞാൻ തുടർമാനമായി പ്രസംഗിച്ചു വരുന്നൊരു വിഷയമാണ് പാപം, പാപത്തിൻ്റെ രംഗപ്രവേശനം, പാപത്തിൻ്റെ പരിണതഫലങ്ങൾ, പാപത്തിൻ്റെ പരിഹാരമാർഗം. ഇന്നും ഞാൻ അഭിസംബോധന ചെയ്യുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ആത്മനിറവിൽ, ആത്മാവേശത്തിൽ, ആത്മഭാരത്തോടെ പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ് പാപം, പാപത്തിൻ്റെ കടമകയറ്റം, പാപത്തിൻ്റെ പരിണതഫലങ്ങൾ, പാപത്തിൻ്റെ പരിഹാരമാർഗം. ഇവിടെ നമുക്ക് മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത 1-ാമത്തെ കാര്യം പാപങ്ങളെയാണെങ്കിൽ, സഹൃദയരെ, സുഹൃത്തുക്കളെ, എന്താണ് പാപം? എന്താ പാപമെന്ന് ചോദിച്ചാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമുക്ക് മനസ്സിലാക്കാൻ സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗ്രീക്കിലേക്കും ഹീബ്രുവിലേക്കും ഒന്നും തപ്പിക്കുഴയണ്ട. എളിയവരായ നമുക്ക് എന്താ പാപമെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇത്രയേ ഉള്ളൂ. ഒന്ന് കേട്ടേ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് പാപം. മനസ്സിലായോ? എന്താണ് പാപം? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതുമാണെന്ത്? പാപം. അതല്ലേ ഏദനിൽ സംഭവിച്ചത്? അല്ലേ? അരുത് എന്ന് പറഞ്ഞ കാര്യത്തെ ആദ്യ മാതാപിതാക്കൾ ചെയ്തു.
നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമായ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്യുന്നതനും സർവശക്തനും പരമകാരുണികനും നിത്യനുമായ ദൈവത്തിൻ്റെ കൽപ്പനകളെ അവിടുത്തെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ നിരസിക്കുന്നതാണ്, തള്ളിക്കളയുന്നതാണ്, മറക്കുന്നതാണ്, വെറുക്കുന്നതാണ്, ഉപേക്ഷിക്കുന്നതാണ് പാപം. സുഹൃത്തുക്കളെ, പാപമെന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ നാം ഒരു തിരയൽ നടത്തിയാലേ പാപത്തെ വ്യക്തമാക്കുന്ന 7 കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിലെ തങ്കത്താളുകൾ നമുക്ക് കാണാൻ കഴിയും. വിശദീകരിക്കാതെ ഞാൻ ഓടിച്ചതൊന്ന് പറയാം. ഈ സാധാരണക്കാരായ നമ്മുടെ ദൃഷ്ടിയിൽ ഭീകരമെന്ന്, മാരകമെന്ന് നാം ചിന്തിക്കുന്ന മനുഷ്യത്വബോധമില്ലാത്ത കൊടും പാതകങ്ങളോ നരാധമ ചെയ്വനകളോ മാത്രമല്ല പാപം. ഒന്നുകൂടെ പറഞ്ഞാൽ, അവരെന്നെ കൊത്തി മലർത്തുന്നത് മാത്രമല്ല പാപം, അവരെൻ്റെ കുരലിറക്കുന്നത് മാത്രമല്ല പാപം, അവരെൻ്റെ സമ്പത്ത് അപകരിക്കുന്നത് മാത്രമല്ല പാപം. നമ്മുടെ ദൃഷ്ടിയിൽ ഭീകരമെന്ന് ചിന്തിക്കുന്ന മനുഷ്യത്വബോധമില്ലാത്ത കൊടും പാതകങ്ങൾ മാത്രമല്ല പാപം. ഒരുപടി മുൻപോട്ട് ഇറക്കി വെച്ച് പറഞ്ഞാൽ, വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ഒരു ചെറിയ ചിന്ത പോലും, ഒരു ചെറിയ നോട്ടം പോലും, ഒരു ചെറിയ സംസാരം പോലും, ഒരു ചെറിയ ഹൃദയ വിചാരം പോലും പാപമാണ് എന്നുള്ള കാര്യം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപമെന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ ഒരു അന്വേഷണം നടത്തിയാൽ പാപത്തെ വ്യക്തമാക്കുന്ന 7 കാര്യങ്ങൾ ബൈബിളിലുണ്ടെന്ന് കേട്ട്. 1, ഗർവമുള്ള കണ്ണ്, അഹങ്കാര ഹൃദയം, ദുഷ്ടന്മാരുടെ ദീപം പാപം തന്നെ തെളിവ് വേണോ? സദൃശവാക്യം 21:4. 2, പോഷന്റെ നിരൂപണം പാപം തന്നെ. സദൃശവാക്യം 24:9. 3, വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപം തന്നെ. റോമാലേഖനം 14:23. 4, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. യാക്കോബ് 2:9. 5, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവനത് പാപം തന്നെ. യാക്കോബ് 4:17. 6, പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. 1 യോഹന്നാൻ 3:4. 7, ഏതനീതിയും പാപം തന്നെ. 1 യോഹന്നാൻ 5:17. അപ്പോൾ സഹൃദയരേ, ദൈവമക്കളായ നമുക്ക് ഈ ദുഷ്ടലോകത്തിൽ മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത പ്രഥമകാര്യം പാപങ്ങളെയാണെങ്കിൽ, എന്താണ് പാപമെന്ന് ഞാൻ പറഞ്ഞു. പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ തെളിവിൽ 1, 2, 3, 4 എന്ന ക്രമത്തിൽ ഞാൻ നിരത്തി. ആ കുറിപ്പ് ഞാൻ വിടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, മനുഷ്യാത്മാവിന്റെ മണ്ഡലത്തിലാണ് പാപം എന്ന മഹാദുരന്തം സംജാതമായതെങ്കിലും ആ ദുരന്തത്തിന്റെ അനന്തരഫലം മനോഹരമായ പ്രകൃതിയെ മുഴുവൻ, സുന്ദരമായ പ്രപഞ്ചത്തെ മുഴുവൻ സാരമായി, ക്രൂരമായി, മൃഗീയമായി, പൈശാചികമായി ബാധിച്ചു. അതിൻ്റെ ഫലമായി സകല സൃഷ്ടികളും ശാപത്തിൻ്റെ കീഴിലായിപ്പോയി. റോമാലേഖനത്തിൽ മഹാനായ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും ദൈവമക്കളുടെ വിടുതലും തേജസ്സാകുന്ന അവരുടെ സ്വാതന്ത്ര്യമാകുന്ന തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ആ ഭാഗം ഞാൻ വിടുമ്പോൾ ആമേൻ, സകല അധപ്പതനത്തിൻ്റെയും, സകല തരംതാഴ്ചയുടെയും, സകല മൂല്യച്യുതയുടെയും, സകല നാശത്തിൻ്റെയും, സകല അധർമ്മത്തിൻ്റെയും, സകല തകർച്ചയുടെയും പിമ്പിലെ അടിസ്ഥാനപരമായ കാരണം പാപമാണെങ്കിൽ, ആ പാപം ഈ ഭൂമിയിൽ ആത്മഹത്യയിൽ ആരംഭിച്ച് പ്രാതൃകൃതിയിൽ വളർന്ന് ദൈവഹത്യയിൽ അങ്ങ് പരമകഷ്ടയിലെത്തി. അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ബലിമരണം. ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധനായ നമ്മുടെ കർത്താവ്, പരിപാവനനായ നമ്മുടെ കർത്താവ്, വിശുദ്ധിയുടെ പര്യായ രൂപമായ നമ്മുടെ കർത്താവ് ഒരു കുറ്റവാളിയെ പോലെ എന്തിനാണ് ക്രൂശിൽ മരിച്ചത്? വേദപുസ്തകത്തോട് ചോദിച്ചാൽ വേദപുസ്തകം തരും. പരിശുദ്ധനായ ക്രിസ്തു, പാപമില്ലാത്ത പരമോന്നതനായ ക്രിസ്തു ഒരു കുറ്റവാളിയെ പോലെ ക്രൂശിൽ മരിച്ചത് തിന്മയൊന്നും ചെയ്തിട്ടല്ല, അകൃത്യമൊന്നും ചെയ്തിട്ടല്ല, അപരാധങ്ങളൊന്നും ചെയ്തിട്ടല്ല. നമ്മുടെ പാപം നിമിത്തമാണ്, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. പ്രിയരേ, ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എത്ര പരിശുദ്ധനായില്ലേ? യേശുവിനെ പോലെ പരിശുദ്ധൻ ആരെങ്കിലും ഉണ്ടോ? മിണ്ടുന്നില്ല. യേശുവിനെ പോലെ പരിശുദ്ധൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മുടെ കർത്താവിനെ പോലെ പരിശുദ്ധൻ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ?
ആരുമില്ല. നമ്മുടെ കർത്താവിനെ പോലെ പരിശുദ്ധൻ സ്വർഗത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മുടെ കർത്താവിനെ പോലെ പരിശുദ്ധൻ സ്വർഗാദി സ്വർഗങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ ഇന്ന് രാത്രിയിൽ അവനെ പറയുമ്പോൾ അഭിമാനം കൊണ്ട് എൻ്റെ സിരകളിൽ ആവേശത്തിൻ്റെ അഗ്നിയാളി പടരുകയാ. ചോരയ്ക്ക് തളപ്പുള്ള പ്രായത്തിൽ ലോകത്തോട് ഞാൻ പ്രസംഗിക്കാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രസംഗ വിഷയക്കാരനാകുന്ന ക്രിസ്തു, എൻ്റെ രക്ഷകനായ ക്രിസ്തു, എൻ്റെ വിമോചകനായ ക്രിസ്തു പരിശുദ്ധനാണ്, പാപമില്ലാത്തവനാണ്. ഇന്ന് രാത്രിയില് ചരിത്രമുറങ്ങുന്ന ജംഗച്ചൂളയുടെ ഹൃദയഭാഗത്ത് ഈ തുറന്ന പ്ലാറ്റ്ഫോമിൽ നാം പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന കർത്താവ് പാപമില്ലാത്തവനാണ്, പരിശുദ്ധനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു വഞ്ചകനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഒരു രാജ്യദ്രോഹിയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഒരു കുലപാതകനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഒരക്രമിയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഒരു അഭക്തനെയല്ല പ്രസംഗിക്കുന്നത്, പാപമില്ലാത്ത പരിശുദ്ധനായ ഒരുവനെയാണ്. എത്ര പരിശുദ്ധനാ നമ്മുടെ കർത്താവ്! അവനെ പോലെ പരിശുദ്ധൻ ആരുമില്ല, ആരുമില്ല. കാരണം എന്നാ? അവനെ വിസ്തരിച്ച ഒറ്റ മതകോടതികളിലെ ഒരു ന്യായാധിപന്മാർക്കും അവിടെ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. മതകോടതികളിലെ പ്രഗത്ഭരാം വിധികർത്താക്കളെല്ലാം നസ്രായനെ മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും വിസ്തരിച്ചട്ടെ, കരമാഞ്ഞുകുടഞ്ഞ് അവരുറക്ക പറഞ്ഞൊരു വിധി നമ്മെ ആവേശത്തിന്റെ എവറസ്റ്റിലേക്ക് വലിച്ചു കയറ്റുന്നൊരു വിധിയാ. എന്താണ് ആ വിധി? ഇവനിലൊരു കുറ്റവുമില്ല. കൈകൾ ഉയർത്തിയവനെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ. ഒടുക്കാൻ ഗവർണറായ പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചുകൊണ്ട് നിൽക്കുക. പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്. വിസ്താരവേളയിൽ കരുത്തനാം ഒരു പട്ടാളക്കാരൻ പീലാത്തോസിൻ്റെ കയ്യിൽ ഒരു കത്ത് മടക്കി കൊണ്ടു കൊടുത്തു. വിസ്താരവേളയിൽ അപ്രതീക്ഷിതമായി കിട്ടിയ കത്ത് നിവർത്തി പീലാത്തോസ് ആർത്തിയോടെ വായിച്ചപ്പോൾ ആ കത്ത് തൻ്റെ പ്രാണന്റെ പാതിയായ പ്രിയ പത്നി എഴുതി കൊടുത്തു വിട്ട കത്ത്. ആ കത്തിനകത്ത് അവൾ ഇങ്ങനെ എഴുതി: പ്രിയനേ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടന്നു, പക്ഷെ എനിക്കുറക്കം വന്നില്ല. ഉറങ്ങാൻ ഞാൻ മിഴിപൂട്ടി, നിദ്ര എൻ്റെ കൺപോളകളെ തഴുകി തലോടി, എനിക്കുറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഉറങ്ങാൻ മിഴിയടയ്ക്കുമ്പോൾ നീ വിസ്തരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ നീതിമാനായ മനുഷ്യന്റെ മുഖം ഒരു സൂര്യ തേജസ് പോലെ എൻ്റെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുക. ആ കത്തെഴുതി അവസാനിപ്പിക്കുമ്പോൾ അവൾ പറഞ്ഞു: അതുകൊണ്ട് നീ ആ നീതിമാനായ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടരുത്. ആ കത്ത് വായിച്ചിട്ടായിരിക്കുക അവനെ ക്രൂശിക്ക എന്ന് ക്രൂശിക്കുന്ന യഹൂദ സാഗരത്തെ നോക്കി കരമാഞ്ഞു കുടഞ്ഞ പീലാത്തോസ് ഉറക്കെ പറഞ്ഞു: നിങ്ങൾ ക്രൂശിക്ക എന്ന് പറയുന്ന ഈ നീതിമാനായ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾക്കറിയാമോ, മൂപ്പന്മാർ തങ്ങളുടെ തലയിലെ തങ്ക കിരീടങ്ങൾ ഊരി നസ്രായന്റെ പാദപീഠത്തിലിട്ടിട്ട് അവർ കമണ് കടന്ന് വിളിച്ചു പറയുന്ന ഒരു ആരാധന ഗീതമുണ്ട്: കുഞ്ഞാടേ നീ പരിശുദ്ധനാണ്. അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ വിമോചകൻ, നമ്മുടെ പ്രസംഗകാരണക്കാരൻ, നമ്മുടെ രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞത് അവൻ നീതിമാനാണ്. പീലാത്തോസ് അവനെ കുറിച്ച് പറഞ്ഞത് നീതിമാൻ മാത്രമല്ല, അവൻ കുറ്റമില്ലാത്തവനാണ്. മൂപ്പന്മാർ അവനെ കുറിച്ച് പറയുന്നത് അവൻ പരിശുദ്ധനാണ്. ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആ പരിശുദ്ധനായവൻ പരിവാര സമുന്നതനായി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ കൈകൾ അടിച്ച് അല്പനിമിഷം ആ സാന്നിധ്യത്തിന്റെ ഉറവയായ ദൈവത്തെ ഒന്ന് ആരാധിക്കുക. പോരാ, ശക്തിയോടെ നിന്റെ മുമ്പിൽ ശത്രു അടച്ച വാതിലുകൾ തുറക്കുന്ന രാത്രിയായത്. നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത്, മജ്ജയ്ക്കകത്ത് നിന്നിൽ മരണം വിതയ്ക്കുവാൻ മറഞ്ഞു കിടക്കുന്ന രോഗത്തിന്റെ വള്ളിക്കെട്ടുകൾ അടിയുന്ന രാത്രിയായത്. നിന്റെ തലമുറകളുടെ ഭാവിക്കെതിരെ ശത്രു അടച്ചു വെച്ച വാതിലുകൾ താനെ തുറക്കുന്ന രാത്രിയായത്. പ്രാർത്ഥിച്ച മടുത്ത് മറുപടിയില്ലാതെ മണ്ണുമാറ്റി കുഴിച്ചു മൂടിയ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന രാത്രിയായത്. കാരണം ആ പരിശുദ്ധനായവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അപ്പൊ തർക്കമില്ലാതെ പറയാ, അവിടുന്ന് കുറ്റമില്ലാത്തവനാ, അവിടുന്ന് പരിശുദ്ധനാ. അപ്പൊ വെളിച്ചം പോലെ പരിശുദ്ധനായ ക്രിസ്തു, കുറുമ്പ്രാവ് പോലെ നിഷ്കളങ്കനായ ക്രിസ്തു, കുഞ്ഞാട് പോലെ നിർദോഷിയായ ക്രിസ്തു, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പരിപാവനനായ ക്രിസ്തു എന്തിനൊരു കുറ്റവാളിയെ പോലെ കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടു.
5450 മുറിവുകൾ, മേലാപാത ചൂടമേറ്റ്, പുറത്തു മാത്രം 150 പരം ആഴമുള്ള മുറിവുകളേറ്റ്, 17 മണിക്കൂർ വെള്ളം കുടിക്കാതെ ദാഹിച്ചു വരേണ്ട തൊണ്ടയുമായി 17 വലിപ്പമുള്ള മുള്ളുകൾ തലയോടിനകത്തേക്ക് ആഴ്ന്നിറങ്ങിയവനായി 150 കിലോ തൂക്കമുള്ള മരക്കുരിശ് തോളിൽ വെച്ച് 350 പടയാളികളുടെയും കുതിരച്ചേവരുടെയും അടിയേറ്റ് പാലസ്തീന്റെ മണ്ണിളകിയ മൺപാതകളിലൂടെ വണ്ടി വലിക്കുന്ന പോലെ ക്രൂശും വലിച്ച് ഗാഗുൽത്തയുടെ നെറുകയിൽ അവസാനത്തുള്ളി ചോര ഒഴുക്കി. എന്തിന് ക്രിസ്തു മരിച്ചു? ഉത്തരം ബൈബിൾ പറയും, സ്നേഹിത, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, നിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപത്തിന്റെ വിമോചനത്തിന് ദേഹമാസകലമേറ്റ ആയിരക്കണക്കിന് മുറിവുകളിലൂടെ അവൻ ഊറ്റിയൊഴുക്കിയ പാപമില്ലാത്ത പരിശുദ്ധ രക്തത്തിലൂടെ കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, നീതീകരണം പ്രാപിച്ച്, വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവമക്കൾ എന്ന പദവിയിലേക്ക് എത്തപ്പെട്ട വിശ്വാസിയെ, നമ്മുടെ ഉത്തരവാദിത്തമാണ് പാപത്തോട് പോരാടുക. നമ്മുടെ ഉത്തരവാദിത്തമാണ് പാപത്തോട് എതിർത്ത് നിൽക്കുക. നമ്മുടെ ഉത്തരവാദിത്തമാണ് പാപത്തെ കീഴ്പ്പെടുത്തുക. നമ്മുടെ ഉത്തരവാദിത്തമാണ് പാപത്തെ മുറുകെ പിടിക്കാതിരിക്കുക. കാരണം അനധിവിദൂര ഭാവിയിൽ നമ്മുടെ പ്രത്യാശയാകുന്ന യേശു മേഘാരൂഢനായി പുനരാഗമിക്കാൻ പോകുന്നത് അശുദ്ധനെ ചേർക്കാനല്ല, അഭക്തനെ ചേർക്കാനല്ല, പാപിയെ ചേർക്കാനല്ല. കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു നിർമ്മല കന്യകയെ തന്റെ സവിതയെ ചേർക്കാനാ അവൻ മേഘാരൂഢനായി വരാൻ പോകുന്നത്. കറയുണ്ടോ? ചുളുക്കമുണ്ടോ? വാട്ടമുണ്ടോ? മാലിന്യമുണ്ടോ? ആരുമറിയാതെ പാപത്തിന്റെ സ്വാധീനം നിന്നിലുണ്ടോ? ആരുമറിയാതെ പാപത്തിൽ നീ മതിച്ചു പുളച്ച് രസിക്കുന്നുണ്ടോ? ഇവിടെ ആഹ്ലാദിക്കാം, ഇവിടെ മതിച്ചു പുളയ്ക്കാം, ഇവിടെ സന്തോഷിക്കാം. പക്ഷെ കാഹളം ധ്വനിക്കുമ്പോൾ അവന്റെ ഒപ്പം നിനക്കെടുക്കപ്പെടാൻ കഴിയത്തില്ല. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പടുകൂറ്റൻ സംഭവത്തിന് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുകയാ. അടുത്ത കോവിഡിന്റെ വ്യാപനമല്ല, അടുത്ത പ്രകൃതിയുടെ ദുരന്തമല്ല, അടുത്ത മഹായുദ്ധമല്ല, യേശു ക്രിസ്തുവിന്റെ വരവാണ്. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തി ദിശയിൽ, ദിവസങ്ങൾ അതിൻ്റെ കടസ്യ ദിനങ്ങളിൽ, പ്രവചനങ്ങൾ അതിൻ്റെ നിവർത്തിപഥങ്ങളിൽ സംഭവിക്കാൻ ഒന്നേയുള്ളൂ, യേശുവിൻ്റെ വരവാണ്. ഇന്ന് രാത്രി വാഗ്ദത്തം പോലെ അവൻ്റെ കാഹളം മുഴങ്ങിയാൽ അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരിൽ ഒരാളായി ഞാൻ കാണുമെന്ന് പ്രാഗൽഭ്യമുള്ളവർ മാത്രം കൈകളൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ വരവിൻ്റെ പ്രത്യാശയെ പുതുക്കണം, അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. പാപത്തിൻ്റെ വഴികളിൽ അബദ്ധ സഞ്ചാരം നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുക, മടങ്ങി വരിക. പാപത്തിൽ നീന്തി തുടിക്കുന്ന, പാപം പാപമാണെന്നറിഞ്ഞിട്ടും മനസാക്ഷി പലപ്പോഴും കുത്തിയിട്ടും മനസാക്ഷിയുടെ കുത്തലിനെ വകവെക്കാതെ പാപത്തിന്റെ ചേറിൽ നീന്തി പിടയുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ, ഇന്ന് നിന്നെ സന്തോഷിപ്പിക്കുന്ന, ഇന്ന് നിന്നെ ആനന്ദിപ്പിക്കുന്ന, ഇന്ന് നിന്നെ മതിച്ചു പുളപ്പിക്കുന്ന പാപം നാളെയുടെ സുപ്രഭാതത്തിൽ കെടാത്ത തീയും ചാകാത്ത പുഴുവും വമിക്കുന്ന കത്തുന്ന നരകത്തിന്റെ ഭീകരാവസ്ഥയിൽ നിന്നെ കൊണ്ടെത്തിക്കും. അതിനു മുമ്പേ ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷാ ദിവസം, ഇതാ രക്ഷകൻ നിന്റെ ചാരി. നിന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി പീഡകൾ ഏറ്റുവാങ്ങി രക്തം അവസാനത്തുള്ളി ഒഴുക്കി മരിച്ച ഒരു വിമോചകനുണ്ട്. അവനാണ് ക്രിസ്തു. അവനിലൂടെ നിനക്ക് സൗഖ്യം മാത്രമല്ല, അവനിലൂടെ നിനക്ക് സമ്പത്ത് മാത്രമല്ല, അവനിലൂടെ നിനക്ക് ഭൗതിക ചുറ്റുപാട് മാത്രമല്ല, അതിലുപരി നിന്റെ പാപത്തിന്, അതിക്രമത്തിന് മോചനമുണ്ട്. നിനക്ക് നിത്യരക്ഷയുണ്ട്, നിത്യജീവനുണ്ട്. അതിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുക. അപ്പൊ നമുക്ക് മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത പ്രഥമ കാര്യം പാപങ്ങളെയാണ്. രണ്ടാമത്തെ കാര്യം, അതോടെ പറയാനുള്ള നേരെയുള്ളൂ, പാർക്കുന്ന വീടിനെ അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക സമ്പത്തിനെ നമ്മൾ എന്ത് ചെയ്യരുത്? മുറുകെ പിടിക്കരുത്. അതിൻ്റെ വേദാധാരം യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനമാണ്. അത് ഞാൻ തന്നെ പറയാം, ഒന്ന് ശ്രദ്ധിച്ച്. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ തൻ്റെ വീട്ടിനെ ആശ്രയിക്കും, അതോ നിൽക്കയില്ല.
അവനതിനെ മുറുകെ പിടിക്കും. നിൽക്കാതെ വരുമ്പോൾ അവനതിനെ മുറുകെ പിടിക്കും. അതാ നമ്മുടെ പ്രമേയം. അതോ നിലനിൽക്കയില്ല. രണ്ട് ഗൗരവമേറിയ പദങ്ങൾ ആ വചനത്തിലുണ്ട്. ആ പദത്തെ ഇളക്കുന്നെല്ലൊന്ന് തൊടാം. നിൽക്കയില്ല, നിലനിൽക്കയില്ല. ഒന്ന് പറഞ്ഞേ, എന്നോട് പറഞ്ഞു. 5 മിനിറ്റ് കൂടെ ഉള്ളൂ. നിൽക്കയില്ല. ഈ പന്തലിന്റെ കീഴിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്കറിയാം ഇവിടെ നിൽക്കാത്ത എന്നാന്ന്, ഇവിടെ നിലനിൽക്കാത്തത് എന്നാന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ഇവിടെ നിൽക്കാത്തതിനെയും നിലനിൽക്കാത്തതിനെയും ഒരു ദൈവവൈതൽ മുറുകെ പിടിച്ചാൽ അവന് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നേക്കും നിലനിൽക്കുന്ന നിത്യമായ നിത്യതയാണ്. അതാണ് ഭക്തനാകുന്ന CS പണ്ട് എഴുതി വെച്ചിട്ട് നിത്യതയിലേക്ക് പോയത്. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ അതിൻ്റെ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ചാൽ എൻ്റെ നിത്യതയെ തല്ലി തകർക്കാൻ എന്നെ മാടി വിളിക്കുന്ന ലോകത്തിൻ്റെ സുഖത്തെ, പ്രതാപത്തെ, സൗകര്യത്തെ മുഷിഞ്ഞു നോക്കി എനിക്ക് വേണ്ടി ചോരയൊഴുക്കി മരിച്ച എൻ്റെ പ്രിയനെ നോക്കിയിട്ട് ഞാൻ പാടും. സുന്ദരനായ മനോഹര, നിന്നെ പിരിഞ്ഞുള്ള ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല? മണ്ണേ പ്രതി മാണിക്യം ഞാൻ വെടിയുകയില്ല. ദുഷ്ടപിശാചേ, എൻ്റെ വിമോചകൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് സകലത്തേക്കാൾ മൂല്യമുള്ള മാണിക്യമാ. അതിനെ ഇല്ലാതാക്കാൻ മണ്ണിൻ്റെ ഒരു പോരാട്ടത്തെയും ഞാൻ വെച്ച് പൊറിപ്പിക്കത്തില്ല എന്ന നിത്യതയുടെ ദർശനം അകത്ത് കത്തുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധന്യരാണ്. ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. അവൻ തൻ്റെ വീട്ടിനെ ആശ്രയിക്കുമോ? നിൽക്കുകയില്ല. നിൽക്കാതെ വരുമ്പോൾ അയാൾ അതിനെ മുറുകെ പിടിക്കുമോ? നിലനിൽക്കുകയില്ല. അവൻ നമുക്കിവിടെ മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത രണ്ടാമത്തെ കാര്യം, പാർക്കുന്ന വീട് ഭൗതിക സമ്പത്ത്. ആരും പടങ്ങല്ലേ, ഇറങ്ങിപ്പോകല്ലേ, രണ്ടും ചെയ്താലും ഇവരിന്ന് ഉറങ്ങല്ലേ. വേഗം നിർത്താം. അത്ര സന്തോഷം വരാത്ത രണ്ട് കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ പ്രസംഗവും പ്രവചനവും എല്ലാം വീടും കാറും കൂടും യാത്രയും മഞ്ഞ് പെയ്യുന്ന ദേശമൊക്കെ അല്ലയോ. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പാർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തിനെയും മുറുകെ പിടിക്കരുത്. ആത്മീയനും ബാധകമാണ്, അനാത്മീയനും ബാധകമാണ് ഈ ചിന്ത. ക്രൈസ്തവനും ബാധകമാണ്, അക്രൈസ്തവനും ബാധകമാണ് ഈ ചിന്ത. ദൈവത്തിൽ വിശ്വസിക്കുന്നവനും ബാധകമാണ്, വിശ്വസിക്കാത്തവനും ബാധകമാണ് ആ ചിന്ത. പാർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തിനെയും മുറുകെ പിടിക്കരുത്. ഇത് വേണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. പറയുന്നുണ്ടോ? വീട് വേണ്ടെന്ന് പറയുന്നില്ല. ഇത് കേട്ടിട്ട് JCB വിളിച്ചുകൊണ്ട് വന്ന് രാത്രി വീടിടിച്ച് പൊളിച്ചേക്കല്ലേ. ശമ്പളം വല്ലതും അലമാരിയിൽ ഇരിപ്പുണ്ടെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചേക്കല്ലേ. ഇങ്ങനെ അന്നേരം ഞങ്ങൾ പരസ്യം നടത്തിക്കോളാം. വീട് വേണ്ടെന്ന് പറയുന്നില്ല, സമ്പത്ത് വേണ്ടെന്ന് പറയുന്നു. ഞാനിനി നാളെ രാത്രിയിലേ പോകത്തുള്ളൂ. ഇതിന് ശേഷം ഇവിടെ വിശ്രമിച്ചിട്ടേ കുറ്റിച്ചിൽ എനിക്ക് നാളെ പകൽ യോഗമുണ്ട്, വൈകിട്ട് കൺവെൻഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്ക് അന്ന് തലചായിക്കാനേ വലിയൊരു വീടൊന്നുമല്ല. എൻ്റെ സഹോദരൻ ലാലു ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിനറിയാം. 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ളൊരു കൊച്ചു വീട് എനിക്കുണ്ട്. നമുക്കെല്ലാം സ്വന്തം വീടുകൾ ഉണ്ട്. ഇവിടെ നമുക്ക് മഞ്ഞും മഴയും കൊള്ളാതെ പാർക്കണമെങ്കിൽ വീട് വേണം, വേണ്ടേ? ഇവിടുത്തെ പ്രവാസകാലം ദൈവം അനുവദിച്ച് ആയുസ് മുഴുവൻ തീർക്കണമെങ്കിൽ, ജീവിച്ച് തീർക്കണമെങ്കിൽ, പല കടപ്പാടുകൾ നിർവഹിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? സമ്പത്തും വേണം. ഇത് വേണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. ദൈവമക്കളോട് ബൈബിൾ പറയുന്നത് നിങ്ങൾ ഇതിനെ മുറുകെ പിടിക്കരുത്. സമ്പത്തിനെയും വീടിനെയും നിങ്ങൾ മുറുകെ പിടിക്കരുത്. എൻ്റെ പ്രിയരെ, ഇതൊക്കെ നേടാൻ മനുഷ്യൻ എന്തും ചെയ്യും അല്ലേ? വീടും സമ്പത്തും പദവിയും കരസ്ഥമാക്കാൻ മനുഷ്യൻ എന്തും ചെയ്യും, ഏതും ചെയ്യും, ആരെയും ചതിക്കും. കുറച്ചുടങ്ങി പറഞ്ഞാൽ അവരെ കൊല്ലാൻ പോലും മടിക്കയില്ല. നിങ്ങളുടെ കാര്യമല്ലേ? ലോകത്തിൻ്റെ പല ഭാഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ച് നാൾ മുമ്പ് മുഖപുസ്തകത്തിലെ ഫേസ്ബുക്കിൽ ആരും ഒരു വീഡിയോ ഷെയർ ചെയ്തു. ആ കണ്ട വീഡിയോ ഞാനൊന്ന് പരിചയപ്പെടുത്താം. പശ്ചാത്തലം CCTV എടുത്തതാ. രംഗം ഒരു വീടിൻ്റെ ഉമ്രമാണ്. വൃദ്ധനായ ഒരു മനുഷ്യൻ, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ
നട്ടുച്ച നേരത്ത് ഒരു വീടിൻ്റെ ഉമ്മറത്ത് ശാന്തനായിരുന്ന് കാറ്റുകൊള്ളുകയാ. എന്തൊക്കെ ആലോചിച്ച് ഇരിപ്പ് കാണുമ്പോഴേ അറിയാം അദ്ദേഹം ഒരു സാധുവാ. എന്തൊക്കെ ആലോചിച്ച് ഇങ്ങനെ കാറ്റുകൊള്ളുക. ഉച്ചയ്ക്ക് പെട്ടെന്ന് ആരോഗ്യതരുടെ ഗായകനായ ഒരു ചെറുപ്പക്കാരൻ പാഞ്ഞു വന്ന് കാരിരുമ്പിൻ്റെ കരുത്തുള്ള തൻ്റെ മുഷ്ടി ചുരുട്ടി ആ നിസ്സഹായനായ വൃദ്ധന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഒന്നല്ല, 9 അല്ല, അതിലുപരി തവണ. ഇടിയുടെ ആഘാതത്തിൽ അയാളുടെ മൂക്കിന്റെ പാല ഒടിഞ്ഞ് പൊട്ടിയ പൈപ്പിൽ നിന്നും വെള്ളമൊഴുകുന്ന പോലെ രക്തം കുതിക്കുകയാ. ഇടിയുടെ ആഘാതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആ സാധുവൃദ്ധൻ ഒരു മരം ചരിയുന്ന പോലെ ഒരു വശത്തേക്ക് ചരിയുന്നു. പെട്ടെന്ന് കുറെ ആളുകൾ വന്ന് അദ്ദേഹത്തെ താങ്ങിയെടുക്കുന്നു. ഇടിച്ച ചെറുപ്പക്കാരനെ പിടിച്ചു വലിച്ചു മാറ്റുന്നു. വീഡിയോടെ തീരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം പോസ്റ്റ് ചെയ്തു. എന്താണെന്നറിയാമോ? ഇടിയുടെ ആഘാതത്തിൽ ആ വൃദ്ധനായ മനുഷ്യൻ കൊല്ലപ്പെട്ടു. അത് വായിച്ചപ്പോൾ എൻ്റെ കണ്ടമിടറി പോയി. ഇടിയുടെ ആഘാതത്തിൽ കൊല്ലപ്പെട്ടതാരാ? ഇടിച്ച് കൊലപ്പെടുത്തിയതാരാ? ഇടിച്ച് കൊലപ്പെടുത്താനുള്ള കാരണം എന്താ? അതാ എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയത്. ഇടിയുടെ ആഘാതത്തിൽ മരണപ്പെട്ടത് സാധാരണക്കാരനല്ല, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകരം കൊടുത്ത ആദരണീയനും അനുഗ്രഹീതനുമായ ഒരു റിട്ടയർഡ് അധ്യാപകൻ ഇടിച്ചു കൊലപ്പെടുത്തിയതാരാ? അവരിനോ അയൽവാസിയോ ശത്രുവല്ല, തൻ്റെ ചോരയിൽ ജനിച്ച് താൻ വളർത്തിക്കൊണ്ടുവന്ന വാത്സല്യമുള്ള തൻ്റെ ഇളയ മകൻ. ഇടിച്ചു കൊലപ്പെടുത്താനുള്ള കാരണം എന്താ? സ്വത്തിനെ കുറിച്ചുള്ള തർക്കം, വസ്തുവിനെ കുറിച്ചുള്ള തർക്കം, സമ്പത്തിനെ കുറിച്ചുള്ള തർക്കം. സ്വത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, വസ്തുവിൻ്റെ പേരിൽ ജനിപ്പിച്ച അപ്പനെ പോലും ഇല്ലാതാക്കാൻ മടി കാണിക്കാത്ത തലമുറകളെ കൊണ്ട് നിറഞ്ഞ മൂല്യച്യുതി ബാധിച്ച ഈ കാലഘട്ടത്തോട്, ദൈവ കൃപ പ്രാപിച്ച ദൈവമക്കളോട് പുസ്തകം പറയുന്നത്, നിങ്ങൾ ഇതിനെ മുറുകെ പിടിക്കരുത്. ആ കുറിപ്പ് ഞാൻ വേഗം വിടാം. എന്തുകൊണ്ട് പാർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തിനെയും മുറുകെ പിടിക്കരുത്? 3 കാരണമുണ്ട്. ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറയാം. 3 കാരണം. 1, ഇത് നിലനിൽക്കയില്ല. 2, ഇത് അഴിഞ്ഞു പോകും. 3-മത്തെ ഒത്തിരി സന്തോഷം പകരുന്നതാണ്. 3, ഇതിലും ശ്രേഷ്ഠമായതൊന്ന് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്ത ഇച്ചിരൂടെ ശബ്ദത്തിൽ, അടുത്ത നല്ല ശബ്ദത്തിൽ അങ്ങനെ വരട്ടെ. പാർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തിനെയും ഒരു ദൈവവൈതൽ മുറുകെ പിടിക്കരുത്. കാരണം 1, നിലനിൽക്കയില്ല. നിലനിൽക്കുവോ? മനുഷ്യൻ ഇവിടെ കെട്ടിപ്പൊക്കുന്നത്, മനുഷ്യൻ വെട്ടിപ്പിടിക്കുന്നത്, മനുഷ്യൻ പടുത്തുയർത്തുന്നത് എന്തെങ്കിലും നിലനിൽക്കുമോ? നിലനിൽക്കത്തില്ല. നിലനിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ നാം ഇതെല്ലാം വിട്ടിട്ട് പോണ്ടേ? എല്ലാം വിട്ടിട്ട് പോകണ്ടേ? അത് കേട്ടപ്പോൾ എന്നാ സ്വോത്രമെല്ലാം പോയത്. ഞാൻ കുറച്ച് ആളും ഒരു ക്യാമ്പിൽ ഇതുപോലെ പ്രസംഗിച്ചു, എല്ലാം വിട്ടിട്ട് പോകണം. പൊത്തോന്നൊരു ശബ്ദം കേട്ടു. ഇടയ്ക്ക് ഒരാൾ മരം വീണ് കിടക്കുന്ന പോലെ കിടക്കുക. അപ്പോൾ സംഘാടകർ പറഞ്ഞു ആത്മവിവേശതയാണ്. ഞാൻ പറഞ്ഞു ഒരു വിവേശതയുമല്ല. BP കുറഞ്ഞെന്നും പറഞ്ഞ് അയാൾക്ക് ഉപ്പ് കൊടുത്തു, ഷുഗർ കുറഞ്ഞെന്നും പറഞ്ഞ് പഞ്ചസാര കൊടുത്തു, 2 1 കലക്കി കൊടുത്തു. എന്നിട്ട് വാട കണ്ണു തുറക്കുന്നില്ല. തണുത്ത വെള്ളം മാഞ്ഞ് മുഖത്തോട്ട് ഒഴിച്ചപ്പോൾ പുള്ളി ചാടി എഴുന്നേറ്റപ്പോൾ അടുത്തിരുന്ന് ചോദിച്ചു, എന്താ പെട്ടെന്ന് മയങ്ങി വീണേ? പുള്ളി പറഞ്ഞു, ഇതെല്ലാം കൂടെ വിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ശക്തി എന്നിലേക്ക് വന്നെന്നാ പറഞ്ഞു. എന്ത് ഞെട്ടിത്തെറിച്ച് ബോധം കെട്ട് താഴെ വീണാലും പകൽ പോലെ പച്ചയായ ഒരു പരമാർത്ഥമാണ് മനുഷ്യൻ കെട്ടിപ്പൊക്കുന്നത്, മനുഷ്യൻ വെട്ടിപ്പിടിക്കുന്നത്, മനുഷ്യൻ പടുത്തുയർത്തുന്നത്, മനുഷ്യൻ സമ്പാദിക്കുന്നതല്ല. ഒരിക്കൽ ഇവിടെ വിട്ടിട്ട് നിസ്സഹായരായ ഒരു മടക്കമുണ്ട്. വിസ്മരിക്കാൻ കഴിയാത്ത പച്ചയായ യാഥാർത്ഥ്യമാ പ്രിയരെ. നിങ്ങൾക്കറിയാമോ, 32 വയസ്സിനകത്ത് ലോകത്തിന്റെ പകുതി വെട്ടിപ്പിടിച്ച കരുത്തനായ ഒരു ചക്രവർത്തിയുണ്ട്. പേര് മഹാനായ അലക്സാണ്ടർ. പ്രപഞ്ചത്തിന്റെ പകുതി വെട്ടിപ്പിടിച്ച് പണത്തോടും ധനത്തിനോടും മണ്ണിനോടുമുള്ള ആർത്തിയടങ്ങാത്ത അയാള് അലറുന്ന കടലിന്റെ തീരത്ത് നിന്ന് അതിനെ നോക്കി പറഞ്ഞു, നീ ഒരു കരയായിരുന്നെങ്കിൽ എൻ്റെ സൈന്യ ബാഹുല്യം കൊണ്ട് ഞാൻ നിന്നെ വെട്ടിപ്പിടിക്കുമായിരുന്നു. എന്തിയേ? എല്ലാം ഇവിടെ ഇട്ടിട്ട് 33 വയസ്സിൽ മടങ്ങിയില്ലേ? ശവപ്പെട്ടിയുടെ 2 ഭാഗത്ത് 2 ദ്വാരമിട്ട് കൈ പുറത്തേക്കിട്ടാ പോയത് എന്ന് പറഞ്ഞാൽ ആ കൈ നമ്മോട് പറയുന്നത് ലോകത്തിന്റെ പകുതി വെട്ടിപ്പിടിച്ചു, പക്ഷേ മടങ്ങിയപ്പോ വെട്ടിപ്പിടിച്ച ഒരു ഭൂമി എൻ്റെ കയ്യിലില്ല. കോടികൾ സമ്പാദിച്ചു, എല്ലാം വിട്ടു മടങ്ങിയപ്പോൾ സമ്പാദിച്ച് ഒരു തുട്ട് നാണയം എൻ്റെ കയ്യിലില്ല. മനുഷ്യൻ എത്ര നിസ്സഹായനാണ് ഇവിടെ, എത്ര നിസ്സഹായനാണ് മനുഷ്യനില്ലേ? വിസ്തരിപ്പാൻ സമയം പോരാ.
എല്ലാത്തിനും ഗ്യാരണ്ടി ഉണ്ട്. എൻ്റെ വാച്ച് കഴിഞ്ഞ ദിവസം പൊട്ടിപ്പോയി. ഫോണെടുത്ത് വാച്ച് മേടിച്ച് കടയിലേക്ക് വിളിച്ചപ്പോൾ ചോദിച്ചു, വാറണ്ടി കാർഡ് ഉണ്ടോ? ഉണ്ട്, സമയം ജനുവരി 25 വരെ, കൊണ്ടുപോവാ, മാറ്റിത്തരാം. അപ്പം കയ്യെ കെട്ടുന്ന വാച്ചിന് ഗ്യാരണ്ടി ഉണ്ട്, ഫോണിന് ഗ്യാരണ്ടി ഉണ്ട്, വാഷിംഗ് മെഷീനും ടി വിക്കും ഫ്രിഡ്ജിനും ഗ്യാരണ്ടി ഉണ്ട്, പോക്കറ്റിൽ കുത്തിയ 15 രൂപയുടെ പേനായ്ക്ക് വരെ ഗ്യാരണ്ടി ഉണ്ട്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തത് മനുഷ്യന്റെ പ്രാണന. മറന്നു പോകരുത്, മനുഷ്യന്റെ ക്ഷണികതയെ കുറിച്ച് ഇത്ര കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം വിശുദ്ധ ബൈബിൾ അല്ലാതെ എന്തുണ്ട്? ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. രാവിലെ വയലിൽ മുളച്ചു വരുന്ന പുല്ല് പോലെയാ, വൈകുന്നേരമാകുമ്പോൾ അത് അരിഞ്ഞു വാടിപ്പോകുന്നു, അതിൻ്റെ സ്ഥലം പോലും പിന്നെ കാണുന്നില്ലെന്ന്. സ്നേഹസമ്പന്നയായ എൻ്റെ അമ്മ മരിച്ചിട്ട് വർഷം 14 കഴിഞ്ഞു. പണ്ടൊക്കെ പ്രഭാതത്തിൽ എൻ്റെ അമ്മ എഴുന്നേറ്റ് പാടുന്നൊരു പാട്ടുണ്ട്. അന്ന് അമ്മയെ പേടിച്ച് അമ്മയുടെ ചൂടുപറ്റി ചേർന്നിരുന്ന പാട്ട് പാടും. പക്വതയായപ്പോഴാ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലായത്. പാട്ട് പാടുകല്ല, പറയുക കേട്ടോ. ഒന്ന് കേട്ടേ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകും, ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടങ്ങ് വരാൻ. മനുഷ്യ, നീ നേടിയ സമ്പത്ത് നിന്റെ കൂടെ വരത്തില്ല, നീ സമ്പാദിച്ച ബിരുദങ്ങളുടെ കൂമ്പാരം നിന്റെ കൂടെ വരത്തില്ല, നീ പടുത്തുയർത്തിയ സാമ്രാജ്യം നിന്റെ കൂടെ വരത്തില്ല, നീ സമ്പാദിച്ച സുഹൃത്ത് വൃന്ദങ്ങൾ നിന്റെ കൂടെ വരത്തില്ല. ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് നിനക്കൊരു മടക്കമുണ്ട്, മറന്നു പോകരുത്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ, മരണം കൊണ്ട് തീരുന്നതല്ല മനുഷ്യജീവിതം, ആണോ? മരണം കൊണ്ട് അസ്തമിക്കുന്നതല്ല മനുഷ്യജീവിതം. മരണശേഷം മനുഷ്യനൊരു ജീവിതമുണ്ട്. വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞാട്ടെ. ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ നിർവാഹമില്ലാത്ത സകല കണ്ടുപിടുത്തങ്ങളുടെയും സകല ശാസ്ത്രത്തിൻ്റെയും അടിത്തറയായ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറയുന്നു, മരണശേഷം മനുഷ്യനൊരു ജീവിതമുണ്ട്. മരണശേഷമുള്ള മനുഷ്യന്റെ ജീവിതത്തെ ബൈബിൾ വിളിക്കുന്ന പേരാ നിത്യത. ഉറക്കെന്ന് പറഞ്ഞേ. മരണശേഷം മനുഷ്യന് 2 അവസ്ഥയുള്ളൂ. ഒന്ന് സ്വർഗം, അല്ലെങ്കിൽ നരകം. ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് പോകാനാവാൻ മരിക്കുന്നത്. മരിച്ച ശേഷം എവിടെയെങ്കിലും ഒരിടത്ത് പോയേ പറ്റൂ. മരണവീട്ടിൽ പറയുന്നൊരു വാക്ക് കടമെടുത്ത് 1 മിനിറ്റിനകത്ത് നിർത്താം. ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ ഇവിടെ 3 പാർപ്പിടാണുള്ളത്. 3 പാർപ്പിടം. 1ഉം 2ഉം പാർപ്പിടം പരമാധികാരിയായ ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. 3ാമത്തെ പാർപ്പിടം ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സാവകാശം മരിച്ച ശേഷം മരിച്ചവൻ്റെ ബന്ധുക്കൾക്കല്ല, ജീവിച്ചിരിക്കുമ്പോൾ അവരവർക്ക് തന്നെയുള്ളതാ. 1ാമത്തെ പാർപ്പിടം അമ്മയുടെ ഉദരമാ. 2ാമത്തെ പാർപ്പിടം ഈ ഭൂമിയാ. ഏതുദരത്തിൽ പറക്കണം? നടന്നു. ഭൂമിയിൽ എവിടെ ജനിക്കണം? നടന്നു. 3ാമത്തെ പാർപ്പിടം ജീവിച്ചിരിക്കുമ്പോഴല്ല, മരണശേഷം 2ഉണ്ട്, സ്വർഗം അല്ലെങ്കിൽ നരകം. അത് തിരഞ്ഞെടുക്കാനുള്ളൊരു വേദിയാകട്ടെ ഇന്ന് രാത്രി ഈ വചനഘോഷണം. നമ്മുടെ 1ാം പാർപ്പിടം കഴിഞ്ഞു, ഇനി ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ 1ാമത്തെ പാർപ്പിടം പാലാക്കാരിയായ റോസമ്മ എന്ന് പറയുന്ന ഒരു നല്ല അമ്മയുടെ ഉദരമാ എൻ്റെ 1ാമത്തെ പാർപ്പിടം. എത്ര നല്ലൊരു അമ്മയായിരുന്നു എൻ്റെ അമ്മ. ഓർക്കുമ്പം കണ്ണമിടറും, വാക്കുകൾക്ക് തടസ്സം നേരിടും. വിട്ടുപിരിഞ്ഞ് അങ്ങ് ചേർന്നിട്ട് വർഷം 14 കഴിയുന്നു. ഇനി ഒരിക്കലും ആ പാർപ്പിടത്തിലേക്ക് തിരികെ പോകാൻ പറ്റുകയില്ല. എൻ്റെ 2ാമത്തെ പാർപ്പിടം ഇവിടുന്ന് അധിക ദൂരമല്ല. അടുത്ത ജില്ലയാകുന്ന പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അത്തിക്കം വില്ലേജിൽ കണ്ണമ്പള്ളി എന്ന് പറയുന്ന മനോഹരമായ കൊച്ചു ഗ്രാമം, പുണ്യനദിയാകുന്ന പമ്പയുടെ തീരം, മനോഹര ഇലസമൃദ്ധമാകുന്ന വനത്തിൻ്റെ അതിര്, കാമാൻ കൊയറ്റാണ്, ഒത്തിരി ചൂടില്ല, തണുപ്പില്ല. എത്ര സുന്ദരമാണ് എൻ്റെ ഗ്രാമം. 2ാമത്തെ പാർപ്പിടം. 2ാമത്തെ പാർപ്പിടം ഇന്നും എന്നോട് പറഞ്ഞു, കേട്ടോ 1ാമത്തെ പാർപ്പിടം പോയതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ 2ാമത്തെ പാർപ്പിടം പോകും കേട്ടോ. എന്നാൽ 3ാമതൊരു പാർപ്പിടമുണ്ട്, അതാണ് നിത്യം. എൻ്റെ 3ാമത്തെ പാർപ്പിടം 33 വർഷങ്ങൾക്കപ്പുറം ഞാൻ ഉറപ്പിച്ചു. എൻ്റെ 10ാമത്തെ വയസ്സിൽ എൻ്റെ ഹൃദയം യേശുക്രിസ്തുവിനായി സമർപ്പിച്ചപ്പോൾ, അവൻ്റെ കൽപ്പനയനുസരിച്ച് അവൻ്റെ മകനായപ്പോൾ, മരണശേഷമുള്ള എൻ്റെ 3ാമത്തെ പാർപ്പിടം ഞാൻ ഉറപ്പുവരുത്തി. കെടാത്ത തീയും ചാകാത്ത പിടിവും വമിക്കുന്ന കത്തുന്ന നരകമല്ല, ദൈവം വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ സ്വർഗം. 1ാമത്തെ പാർപ്പിടം കഴിഞ്ഞ് 2ാം പാർപ്പിടത്തിൽ പാർക്കുന്ന
ഞങ്ങളുടെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിനു മാംസവുമായ പ്രിയമിത്രമേ, നനയ്ക്കാത്ത നേരം ക്ഷണിക്കാത്ത അതിഥിയായി മരണം തൻ്റെ തണുപ്പുള്ള കരം കൊണ്ട് നിന്നെ ഗ്രസിച്ചാൽ മരണശേഷം നിന്റെ നിത്യത എവിടെ? മരണശേഷമുള്ള നിന്റെ ശാശ്വതമായ പാർപ്പിടം എവിടെ? സാത്താനും തന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ആ നിത്യ നരകമാണോ, അതോ ദൈവം ഒരുക്കുന്ന നിത്യവാസസ്ഥലമാണോ? തിരഞ്ഞെടുക്കാനുള്ള സാവകാശം നിന്റെയാ. മരണവും നമ്മളും തമ്മിലുള്ള അകലം ഒരു മാസ്കിന്റെ ദൂരം മാത്രമാ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. ഈ ദിവസത്തിന്റെ അസ്തമയ സൂര്യന്റെ ചെങ്കതിരി കണ്ട ഞാനും നീയും നാളത്തെ പ്രഭാത സൂര്യന്റെ ഉദയകിരണങ്ങൾ കാണാൻ ആയുസ്സോടെ ഈ ഭൂമിയിൽ ഇരിക്കുമോ ആർക്കും നിശ്ചയമില്ല. മരണത്തിന്റെ തണുത്ത കരം അതിന്റെ ഇടിമുഴക്കത്തോടെ നിന്നിലേക്ക് ഇടിച്ചിറങ്ങും മുമ്പ് മരണാനന്തരം നിത്യത ഉറപ്പുവരുത്തുക. മനുഷ്യ, നീ സകല ലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? സമ്പത്തുണ്ട്, ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, ആഡംബര വാഹനങ്ങളുണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങളും സ്വാധീനങ്ങളും സൗഹൃദങ്ങളുടെ കൂമ്പാരങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഇതിനേക്കാൾ വലുതാ ദൈവം നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന ആത്മാവ്. അതിൻ്റെ വില മുഴു ലോകത്തേക്കാൾ വിലയേറിയതാ. അതിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനം? നിങ്ങളുടെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയാണ് കർത്താവിൻ്റെ ദാസൻ ജില്ലകൾ താണ്ടി ബത്തപ്പാടുകൾ സഹിച്ച് ഇവിടെ കൂടാരമടിച്ച് നെഞ്ചുകീറി പ്രസംഗിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ കൂടപ്പുറപ്പാ, ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ വില ലോകത്തേക്കാൾ വിലയേറിയതാണ്. അത് ഉറപ്പുവരുത്താനാണ് ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത്. ഈ രാത്രി മരണശേഷം കർത്താവ് ഒരുക്കുന്ന നിത്യതയിലെത്തണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കട്ടെ. നിന്റെ പാപനിമിത്തം മഹത്വമെല്ലാം വെടിഞ്ഞ് ഈ താണലോകത്തിൽ വന്ന് നിന്റെ പാപത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി മുറിവുകളേറെ അനേറ്റ് അവസാനത്തുള്ളി ചോര ഒഴുക്കി നിനക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനെ സ്വീകരിക്കേ. അവൻ നിനക്ക് വേണ്ടിയാണ് ലോകത്തിൽ വന്നത്. മഹാദൈവമായ ക്രിസ്തു മഹത്വമുരിഞ്ഞു മാറ്റി മാനവാകാരം സ്വീകരിച്ച് പാപം നിറഞ്ഞ ഈ താണ മണ്ണിൽ ഒരു മനുഷ്യനായി വന്നത് നിനക്ക് വേണ്ടിയാ. അവൻ ഒരുപാട് പീഡകൾ സഹിച്ച് ഒരു കുറ്റവാളിയെ പോലെ കാൽവറിയിൽ മരിച്ചത് നിന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടിയാ. അതുകൊണ്ട് രക്ഷയ്ക്ക് ഏതെങ്കിലും സ്ഥലം തേടി അലയുന്ന സത്യാന്വേഷികൾ ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ ഉറക്കെ പറയാ, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് വരുവീൻ, ഈ സമയം വൃഥാവാക്കാതെ. യേശു നിന്നെ വിളിക്കുന്നു. കെട്ടിയ വീടും നിലം പൊരുളുമെല്ലാം കണ്ടിടും ഉറ്റോരുടയവരെല്ലാം അന്യരാകും. കൂട് വിട്ട് നിന്റെ ജീവൻ പോകും. കൂടെ വരാതെ കൂടെ നിൽക്കുന്നൊരു കർത്താവുണ്ട്. അവനായി ഇന്ന് രാത്രി ഹൃദയത്തെ കൊടുക്കുക. മുറുകെ പിടിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളെ മുറുകെ പിടിക്കുക. മുറുകെ പിടിക്കേണ്ട എന്ന് വചനം പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളോട് സമ്പൂർണ്ണമായി വിട പറയാം. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. നിത്യത കരസ്ഥമാക്കാം. കണ്ണുകളൊന്നടച്ചാട്ടെ, തൽസ്ഥാനങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഞാനൊരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഞാനൊരു പാപിയാണ്. യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. മുറിവുകളേറ്റത് എൻ്റെ വിമോചനത്തിന് വേണ്ടിയാണ്. ആ നാഥനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. പാപം തകർത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ശിഷ്ടായുസ് പാപമോക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എവിടെയുണ്ടോ, നിങ്ങളുടെ ഹൃദയം ഒരു നിമിഷം യേശുവിനായി കൊടുക്കുക. ഞാനൊരു രോഗിയാണ്, ശാരീരികമായി തകർന്നവനാണ്. സ്വകാര്യ ദുഃഖങ്ങൾ, വേദനകൾ എനിക്കേറെയുണ്ട്. ബ്രദർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് കൊടുത്തി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കും. ഗായക സംഘം പാടും. ആരാധിച്ച് ബലത്തോടെ മടങ്ങാം. കരുണയുള്ള പിതാവേ, ജനത്തെ തൃക്കരത്തിലേൽപ്പിക്കുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് ഈ വചനം രക്ഷയാകട്ടെ, നിത്യജീവനാകട്ടെ, സൗഖ്യമാകട്ടെ, സമാധാനമാകട്ടെ, സന്തോഷമാകട്ടെ. ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ. ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ശക്തിയോടെ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വരുവീൻ, ഈ നല്ല സമയം നമ്മൾ ഒന്നിച്ചെന്ന് പാടാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
പഠിച്ച് ചേർന്ന് പാടി. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വിനയ് പാസ്റ്റർ, നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിന്നാളെല്ലാം പിന്നാളാ, ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിന്നാളെല്ലാം പിന്നാളാ, ഭാരത്തോടെ നീ കഴിക്കുകയോ. അന്നുടൻ പാദം തേടിടുവിൽ, പിന്നരികിൽ ചേർത്തിടുവേ. അന്നുടൻ പാദം തേടിടുവിൽ, പിന്നതിൽ നിന്നെ ചേർത്തിടുവിൻ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടും നിലപ്പൊരുളും കണ്ടിടുമുറ്റോരുടയവരും. കെട്ടിയ വീടും നിലപ്പൊരുളും ജീവൻ പോയാ കൂടെ വരാതെ വേർവിടുവേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടും. ഒരിക്കൽ കൂടെ വരുവീനി നല്ല സമയം